ഹൈന്ദവർ കൂടുതലുള്ളിടത്ത് എവിടെയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം സ്ഥാനാർത്ഥിയെയോ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടോ? CPM-ന് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ മുസ്ലിം നാമധാരികളെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ചോദിച്ചു. അതിനുള്ള ഉത്തരം അമ്പലപ്പുഴയിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് സലാം എന്നാണ്, CPM-ന്റെയാണ്. ഇരവിപുരത്ത് ഹൈന്ദവ മേഖലയിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് നൌഷാദ് എന്ന, ഗുരുവായൂരിൽ ജയിപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പേര് അക്ബർ എന്ന, കുന്നംകുളത്ത് AC മൊയ്തീൻ, ഷൊണ്ണൂരിൽ മമ്മിക്കുട്ടി, കൊയിലാണ്ടിയിലെ ആരായിരുന്നു നേരത്തെ MLA ദാസനായിരുന്നു, K ദാസൻ. ഇപ്പോൾ നമുക്കറിയാം കൊയിലാണ്ടിയിലെ ഇപ്പോൾ നമ്മളെ വിട്ടുപോയ കാനത്തിൽ ജമീലയാണ് വിജയിപ്പിച്ചത്. ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുന്നതിൽ CPM-ന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. അത് വസ്തുത അറിയാതെയാണ് ലീഗ് നേതാവ് പറഞ്ഞത്. രണ്ട് വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ ലീഗിലുള്ള ഉത്തരവാദിത്വപ്പെട്ട നേതാവ് ചില നടത്തുന്ന പ്രസ്താവനകൾ ലീഗ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കൈക്കൊള്ളുന്നു എന്ന് സംശയം ജനിപ്പിച്ച് തെറ്റുപറ്റാൻ പറ്റുമോ? മതമല്ല പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നേതാവ് ലീഗിൽ ഇപ്പോൾ ഈ തവണത്തെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ വഴിയിലേക്ക് വന്നാൽ സ്വീകരിച്ചേ പറ്റൂ, കാരണം അവർ ലീഗിനെ അംഗീകരിക്കുക. ഞാൻ താങ്കളുടെ ഈ സംഭാഷണത്തിന്റെ ക്യാപ്ഷൻ കൊടുക്കുകയാണ്. RSS നമ്മുടെ വഴിയിൽ വന്നാലും സ്വീകരിക്കും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നാലും കുഴപ്പമൊന്നുമില്ല. അവരുടെ വോട്ടുകൾ UDF-ന് അനുകൂലമായി വീഴുന്നു എന്നതിനെ ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന വോട്ടുകളെ അത് വേണ്ടെന്ന് പറയേണ്ട കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞത് ഇതേ നേതാവാണ്. എന്തുകൊണ്ടാണ് ആ നിലപാട് ലീഗ് മറന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ശക്തമാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് വാചകം കൂടി ഞാൻ പറയാം. അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്, അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. മുസ്ലിം ലീഗ് വിട്ട് CPM-ൽ ചേരുന്നവർ ദീൻ വിട്ടവരാകുന്നു എന്നാണ് മുസ്ലിം ലീഗിൽ ഒരു നേതാവ് പറഞ്ഞത്. പച്ചവർഗീയതയല്ലേ? മുസ്ലിം ലീഗ് വിട്ട് CPM-ൽ ചേരുന്നവർ ദീൻ വിട്ടവരാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എങ്ങനെയാ കൃത്യമായിട്ട് വർഗീയതയും മതവും രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുക? മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിന്റെ അടുക്കൽ അന്യമതക്കാരന് സ്ഥാനമില്ല, ഇവർ ചെകുത്താന്റെ കൂടെ ഉറങ്ങേണ്ടവരാണ്, അവർ സിറാത്തും പാലം കടക്കുകയില്ല, അതുകൊണ്ട് മുസ്ലിമായി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഈ നേതാവല്ലേ? എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കൾ സ്വാഭാവികമായും വർഗീയത പറയുന്നവരാണ് എന്ന മട്ടിലേക്കുള്ള വ്യാഖ്യാനം സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് നമ്മൾ ലീഗിനെ പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോഴും അതിൽ ചില നേതാക്കളെങ്കിലും തീവ്രമായ ആ വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്.